സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. വെസ്റ്റ് ഇൻഡീസ് പര്യടനം നടത്തുമ്പോഴത്തേക്കും നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഞാൻ എത്ര വലിയൊരു ക്രിക്കറ്റ് ഫോളോവറോ പ്രാന്തനോ ഒന്നും അല്ലെങ്കിലും ഈ ഒരു വെസ്റ്റ് ഇൻഡീസ് യാത്രയ്ക്ക് നമ്മൾ ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ പേര് കേട്ട് തുടങ്ങിയ തന്നെ ക്രിക്കറ്റാണ്. ശരിക്കും ക്രിക്കറ്റിൻ്റെ ഒരു ക്രിക്കറ്റിൽ മാത്രമുള്ള ഒരു സംഭവമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ ഒരു രാജ്യമായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ച് നടന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. വെസ്റ്റ് ഇൻഡീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉള്ളത് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ BCC ഇല്ലേ, ആ BCC പോലെ തന്നെ ഇവിടുത്തെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. ഏകദേശം 100 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ ആസ്ഥാനമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഓഫീസ്. ഇത് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ആസ്ഥാനമാണ്. ഇത് ആൻറ്റീഗ എന്ന് പറയുന്ന, ആൻറ്റീഗ ആൻഡ് ബർബുഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ആൻറ്റീഗ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ ഇവരുടെ എയർപോർട്ടിനടുത്ത് തന്നെ സെയിൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലമുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ ആസ്ഥാനമുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കൂളിഡ്ജ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാൻ പറ്റും. അതിൻ്റെ പണ്ടത്തെ പേരെന്തായിരുന്നു? സ്റ്റാൻഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. സ്റ്റാൻഫോർഡ് ആരായിരുന്നു? സ്റ്റാൻഫോർഡ് ഒരു ബാങ്കർ ആയിരുന്നു. പുള്ളിയാണ് ഒരു T20യുടെ ആദ്യത്തെ മാച്ച് 2006-ലും 2008-ലും ഇവിടെ നടത്തിയത്. ഓക്കെ. ഇംഗ്ലണ്ട് ടീമിനെയൊക്കെ കൊണ്ടുവന്നു. ഓക്കെ. പിന്നെ പുള്ളി എന്തൊക്കെയോ അലിഗേഷൻ, എനിക്ക് എൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അറിയത്തില്ല, എന്തൊക്കെ അലിഗേഷൻസ് ഒക്കെ ആയി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കോളിഡ്ജ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പേരാണ്. ഈ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കരീബിയൻ രാജ്യങ്ങളിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആ ഒരു കൺട്രീസും ടെറിട്ടറീസും കൊണ്ട് എടുത്ത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഉള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ് ടീം എന്ന് പറയുന്നത്. ഇതിനകത്ത് കരീബിയൻ രാജ്യങ്ങളായിട്ടുള്ള നമ്മളിപ്പോൾ ഉള്ള ആൻറ്റീഗ ആൻഡ് ബർബുഡ, പിന്നെ ബാർബഡോസ്, ഡൊമിനിക്ക, ഗ്രനാഡ, ഗയാന, ജമൈക്ക, സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, പിന്നെ സെയിൻറ്റ് ലൂഷ്യ, സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസ്, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്ന് പറഞ്ഞ രാജ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ രാജ്യങ്ങൾക്ക് പുറമെ UK ടെറിട്ടറീസ് ആയിട്ടുള്ള അൻഗ്വില, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, മോൺസറായിട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പിന്നെ US വെർജിൻ ഐലൻഡ്സ് ഉണ്ട്, പിന്നെ നെതർലൻഡ്സിൻ്റെ ടെറിട്ടറി ആയിട്ടുള്ള സിൻ മാർട്ടിൻ. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വെസ്റ്റ് ഇൻഡീസ് ടീമിനകത്ത് അംഗത്വം ഉള്ള ആൾക്കാർ. ഇതിനകത്ത് ഞാനീ പറഞ്ഞ മോൺസ്റ്ററായിട്ടും US വെർജിൻ ഐലൻഡ്സും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നതുകൊണ്ട് ചിലടത്ത് നമ്മൾ ഓൾറെഡി പോവുകയും ചെയ്തു, അല്ലേ? അപ്പോൾ അതാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. സോ വെസ്റ്റ് ഇൻഡീസ് അതിൻ്റെ അവരുടെ ആസ്ഥാനം. പിന്നെ അതിനിപ്പുറത്തുള്ള ഒരു പഴയ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇവിടെ ഇപ്പോൾ കളി നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കളിയൊന്നും ഉണ്ടാവില്ല. ഉണ്ടോ? പ്രാക്ടീസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും. അത് ശരിക്കും നമുക്ക് നമ്മുടെ വയനാട്ടിലെ സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഇത്രയും പോലെയുള്ള ഒരു ചെറിയൊരു ഗാലറി മാത്രമാണ് അവിടെ ഉള്ളത്. നടുക്ക് ഒരു ഫ്ലാഗ് പോസ്റ്റ് കാണാം. അതിലുള്ളത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ഫ്ലാഗ്. പിന്നെ ഉള്ളത് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഫ്ലാഗ്. അതായത് നമ്മൾ UN ഓഫീസിൽ പോയിട്ടില്ലേ, അവിടെ നമ്മൾ കാണത്തില്ലേ? അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോലെ തന്നെ ഇത് ക്രിക്കറ്റിന് വേണ്ടിയുള്ള ഒരു സംഭവം. ക്രിക്കറ്റിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ സംഭവം. വേറെ സോക്കറിലോ വേറെ ഒരു സ്പോർട്സിലും ഒരു പരിപാടിയില്ല. അതെല്ലാം അപ്പനാപ്പനാണ്. നമുക്കറിയാം ജമൈക്കൻ ആണ് ഉസൈൻ ബോൾട്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഉസൈൻ ബോൾട്ടിനെ ജമൈക്കനായിട്ടല്ലേ നമ്മൾ പറയുന്നത്, അയാൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗം നമ്മൾ പറയില്ലല്ലോ. സോ വെസ്റ്റ് ഇൻഡീസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ക്രിക്കറ്റ്, നത്തിങ് എൽസ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഈ രാജ്യത്തെ ക്രിക്കറ്റേഴ്സ് ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? നമ്മൾ ആദ്യം പേര് പറയേണ്ടത് സർ വിവിയൻ റിച്ചാർഡ്സ്. ഓക്കെ. പിന്നെ കട്ട്ലി ആംബ്രോസ്, അങ്ങനെ കുറേ പേരുണ്ട്. ലേറ്റസ്റ്റ് ടീമിലുള്ളത് അൽസാരി ജോസഫാണ്. ഇവരൊക്കെ കാണാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അൽസാരി ജോസഫ് കൊച്ചിനെ ഇവിടുന്ന് സെയിം സ്കൂളിലായിരുന്നു. പുള്ളിയുടെ മകനെ വിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ. മകൻ എന്ന് പറഞ്ഞാൽ കല്യാണം ഒന്നും കഴിച്ചില്ല, ഇവർക്ക് അങ്ങനെയാണല്ലോ. ഓക്കെ, അത് ശരിയാ. അപ്പം ഞങ്ങൾ സ്കൂളിൽ വെച്ച് കാണുമ്പോൾ ഒരു ചാടയില്ല, പുള്ളിക്കാരൻ വിട്ടിട്ട് പോകും. ആരും ഹായും പറയല, ആരെയും പറയല. ശരി, ശബ്ദല്ലേ. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ റൺവേയുടെ സമീപത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലിയാറ്റിൻ്റെ എംബ്രയർ ആണെന്ന് തോന്നുന്നത്. എംബ്രയർ ആയിരിക്കും അവരുടെ വന്ന് ലാൻഡ് ചെയ്ത്. ലിയാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ? ലീവ് ഐലൻഡ് എനി ടൈമോ? ലീവ് ഐലൻഡ് എനി ടൈം, അതാണ് നമ്മൾ കളിയാക്കി പറയുന്നത്. ശരി. ഇന്റർ കരീബിയൻ എന്നാ പറയുന്നത്? ഇപ്പോൾ ഇന്റർ കരീബിയൻ, യു വിൽ ബി സംവെയർ ഇന്റർ കരീബിയൻ. ഏത് സമയത്ത് ക്യാൻസൽ ആവാം, ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, അല്ലേ?
അയ്യോ ഒന്നും പറയണ്ട, അവരുടെ വിമാനത്തിൽ കയറുമ്പോ സത്യം പറഞ്ഞ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പേടിയാ. ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയ പഴഞ്ച വിമാനങ്ങളാട്ടോ മൊത്തം. അതിന്റെ ലീവേർഡ് ഐലൻഡ്സ് എയർ ട്രാൻസ്പോർട്ട് എന്നാണ് അതിന്റെ ലീവേർഡ് ഐലൻഡ്സ് എയർ ട്രാൻസ്പോർട്ട്. ഈ കാണുന്നതാണ് സർ വിവിയൻ റിച്ചാർഡ്സ് സ്റ്റേഡിയം എന്ന് പറയുന്ന ഇവിടുത്തെ ആ ഒരു സ്റ്റേഡിയം. ഉണ്ടോ, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഒന്ന് പോവാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിവിയൻ റിച്ചാർഡ്സിൻ്റെ ഒരു പ്രതിമയുണ്ട് അവിടെ, നമുക്കത് കാണാൻ പറ്റുമോ നോക്കാം. പകുതി ഓപ്പൺ അല്ലേ? പകുതിയേ ഉള്ളൂ, 2 ഭാഗത്തായിട്ടേ ഉള്ളൂ, ബാക്കി പകുതി ഓപ്പൺ ആണ്. ഇവിടെ കളിയൊക്കെ നടക്കാറുണ്ടോ? ആണല്ലേ? ലാസ്റ്റ് വേൾഡ് കപ്പില് ഇന്ത്യ ബംഗ്ലാദേശ് കളി ഇവിടെയല്ലേ നടന്നത്? അത് ശരി, ഓക്കെ. വേൾഡ് കപ്പ് നമ്മളെ ഇന്ത്യൻ ടീം വന്നപ്പോ താമസിച്ച ഹോട്ടലിൽ ഞാൻ പോയി താമസിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം. ഇപ്പൊ 73 വയസ്സ് ഉള്ള നമ്മുടെ വിവിയൻ റിച്ചാർഡ്സിന്റെ പ്രതിമയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഏകദേശം 74 കാലഘട്ടം മുതൽ 91 വരെ ടീമിലുണ്ടായിരുന്ന ആളാണ്. ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ മുമ്പിലായിട്ട് അയാളിങ്ങനെ ബാറ്റും പൊക്കി പിടിച്ച് നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രതിമ. സർ ഐസക് വിവിയൻ അലക്സാണ്ടർ റിച്ചാർഡ്സ്, ദ മാസ്റ്റർ ബ്ലാസ്റ്റർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുറേ സംഭവങ്ങളും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ക്രിക്കറ്റേഴ്സിൻ്റെ പേര് കൊടുത്തിട്ട് സ്റ്റേഡിയത്തിൻ്റെ പേര് കൊടുക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റേഡിയം, പിന്നെ അങ്ങനെ എന്താ പറയുക, MS ധോണി സ്റ്റേഡിയം, സഞ്ജു സാംസൺ സ്റ്റേഡിയം അല്ലേ, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും പേരുകൾ കൊടുക്കണം. ഫുട്ബോൾ ലെജൻസിന്റെ പേര് വെച്ചിട്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയക്കാരുടെ പേര് എയർപോർട്ടിനും ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും കൊടുക്കുന്നുണ്ടല്ലോ, കൊടുത്തോട്ടെ. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനൊക്കെ രാഷ്ട്രീയക്കാരുടെ പേര് മാറ്റേണ്ട പരിപാടി സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ അങ്ങനെ വേറെ നമ്മൾ UK പോകുന്ന പോലെ ടൂറും പരിപാടികളൊന്നുമില്ല. ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇത് കാണാം. അകത്ത് കയറാൻ പറ്റുമോ എന്നറിയാം, നോക്കാം. അത് നമ്മൾ അതിൻ്റെ അകത്ത് കയറി വന്നേ. ഇത് കണ്ടില്ലേ, ഇവിടെ ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ ഫാൽക്കൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ 2020 ടീമിൻ്റെ ഇതൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഇവർക്ക് കോൺഫറൻസ് റൂം, അതായത് പ്രസിഡൻഷ്യൽ സ്വീറ്റ്, ക്യാരിഫെസ്റ്റ, സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടല്ലേ. ഇത് കണ്ട് സംഭവം കണ്ടോ നോക്കി, ചൈന എയ്ഡ് ഫോർ ഷെയർഡ് ഫ്യൂച്ചർ. ചൈനീസ് ഫണ്ടാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഓരോ ആളുകളുടെയൊക്കെ ഫോട്ടോസും സംഭവങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. $2 കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോയി. ചേട്ടൻ നമ്മളെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കണം. ഓ വാവ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അത്രയും പോപ്പുലേഷനൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ തന്നെ ഉള്ള ആൾക്കാർ എത്ര പേര് ക്രിക്കറ്റ് കാണാൻ വരുമായിരിക്കും? വളരെ കുറച്ച് ആൾക്കാരല്ലേ വരുള്ളൂ അല്ലേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അല്ലേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഇവിടുത്തെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10,000 ആളുകളാണ്. നമുക്ക് അതായത് ഫുള്ള് നമുക്ക് ഇരിക്കാൻ പറ്റുകയില്ല. ഒന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം, പിന്നെ ഒന്ന് അപ്പുറത്തെ ഭാഗത്ത്, പിന്നെ അവിടെ ഇവിടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് പണിതിരിക്കുന്നതാണ് ഓപ്പൺ എയർ സീറ്റിങ്ങും പരിപാടികളൊക്കെ. 2006 ഈ ഒരു സ്റ്റേഡിയം ഇവർ ആരംഭിച്ചത്. 2007 വേൾഡ് കപ്പിന് വേണ്ടിയാണ് ശരിക്കും ഇത് നിർമ്മിച്ചത്. ഓ, ഇതിവിടെയാ ഇന്ത്യൻ നാഷണൽ സ്റ്റാർ. അടിപൊളി. ജൂൺ 2024. ശരി, അത് വേണ്ടി ഇവിടെയായിരുന്നു ആ കളി നടന്നത്. അങ്ങനെ എന്തായാലും സംഭവം കൊള്ളാം. ഇവിടെയില്ലേ, ഇവിടെയൊക്കെ വണ്ടി കൊണ്ടിടുന്ന സ്ഥലം, പിന്നെ ഇവിടുത്തെ ഒരു ചായക്കട, പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ സ്റ്റേഡിയം. നമ്മുടെ വയനാട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇല്ലേ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുപോലെയുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഇവ പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് എത്ര പേര് ക്രിക്കറ്റ് കളി കാണാൻ വരും? വളരെ കുറച്ച് ആൾക്കാരല്ലേ വരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ടീമിൻ്റെ കൂടെ വരുന്ന ആൾക്കാർ, പിന്നെ സമീപത്ത് അമേരിക്കയിൽ നിന്നും, പിന്നെ സമീപത്തുള്ള മറ്റ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളിൽ നിന്നും വരുന്ന ആൾക്കാർ, കരീബിയൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഇവിടെ വരിക. സോ കപ്പാസിറ്റി ഈസ് മോർ ദാൻ ഇനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഇവിടെ അടുത്ത് കാണാമല്ലോ പ്ലെയേഴ്സിനെ അല്ലേ? അത്രയും അവരിതിലെവിടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അത് ശരിയാ. ഓ, ഇങ്ങനെ ഇതാണ് മറ്റേ ടീം ലോഞ്ചിന്റെ സ്ഥലം. അതെ അതെ അതെ, അത് ശരി. അതെ അതെ, ഇവിടെയാണ് ഇരിക്കുന്നവര്. ഓക്കെ. ഓ, ഇത് ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. ഭാഗ്യമുണ്ടെ പന്തം കിട്ടും. ആ സ്ഥലം കണ്ടില്ലേ, അത് പാർട്ടി സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അതായത് അവിടെ ബേസിക്കലി ബാറും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ ആൾക്കാര് ബിയറൊക്കെ അടിച്ച് കള്ളം കുടിച്ചിരുന്ന് കാണും അല്ലേ? ആ, പൂളിൽ കിടന്ന് ക്രിക്കറ്റ് കാണാം. ഒരു ബീച്ചിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അവർ ഇടുന്നത്.
കരീബിയൻ ബീച്ച്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടിയായി, പിന്നെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, പിന്നെ കുപ്പിയറായി, അതായി, അലമ്പായി, ഇലമ്പായി. ഇപ്പം ബ്രിട്ടീഷ് ടീമും ഇവിടുത്തെ ടീമും കരീബിയൻ ക്രിക്കറ്റും തമ്മിലൊക്കെ ആനയെ ആടുമ്പോൾ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് നമ്മൾ UK അല്ലേ, ഇംഗ്ലണ്ടിൽ. അതെന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലാണ് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. സോ അവിടെ പോകുമ്പോഴത്തേക്കും അവർ പറയുന്നത് ക്രിക്കറ്റ് ഈസ് എ ജെന്റിൽമാൻസ് ഗെയിം എന്നാണ് അവർ പറയുന്നത്. അവിടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ബിയറും ബാക്കിയുള്ള സംഭവമൊക്കെ അലൗഡാണ്, പക്ഷേ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇറ്റ്സ് നോട്ട് അലൗഡ്. ഇവിടെ പറഞ്ഞാൽ എല്ലാവരും ബിയറൊക്കെ അടിച്ച് ഫണ്ണായിട്ട് ജോളിയായിട്ട് ആർമാരിച്ച് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ആൾക്കാർ ക്രിക്കറ്റ് എൻജോയ് ചെയ്യുന്നത്. ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ. അതായത് ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്ത് അവിടെ പാർട്ടി ഏരിയയിൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഇത് കണ്ടോ, ഫുൾ കരീബിയൻ വൈബ്സ് ആണ് കേട്ടോ. ഇത് കളി ജയിച്ചു കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ഈസ്റ്റ് കരീബിയൻ ഡോളർ എന്ന് പറയും. ഈസി എന്നാണ് അവർ പറയുന്നത്. 100 ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3200 രൂപ വരും. ചില രാജ്യങ്ങളുണ്ട്, കരീബിയൻ രാജ്യങ്ങൾ, ഈസ്റ്റ് കരീബിയൻ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് കരീബിയൻ ഡോളർ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് US ഡോളറും യൂസ് ചെയ്യാം. US ഡോളർ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് തിരിച്ച് പൈസ കിട്ടുന്നത് ഈസിയിലായിരിക്കും, ഈസ്റ്റ് കരീബിയൻ ഡോളറിലായിരിക്കും. 2 ഈസ്റ്റ് കരീബിയൻ ഡോളറാണ് ഈ കാണുന്നത്. ആ ഈസ്റ്റ് കരീബിയൻ ഡോളറിൽ വരെ കണ്ടില്ലേ നമ്മുടെ വിവിയൻ റിച്ചാർഡ്സിൻ്റെ ഫോട്ടോ. ദ മാസ്റ്റർ ബ്ലാസ്റ്റർ സർ VV റിച്ചാർഡ്സ്, VIV റിച്ചാർഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ. പുള്ളിയാണ് നാഷണൽ ഹീറോ. ആ ശരി. ഇവരുടെ നോട്ട് പ്ലാസ്റ്റിക് നോട്ടാണ് കണ്ടില്ലേ. എനിക്ക് കുറച്ച് കറൻസി ചേഞ്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെ കണ്ടോ, $2 എന്ന് പറയുമ്പോഴത്തേക്കിന് അപ്രോക്സിമേറ്റ് ഒരു 60 ഇന്ത്യൻ രൂപ. ബാക്കിലൊക്കെ മറ്റേ കോറൽസും പിന്നെ കടലും മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ നോട്ടാണ് കേട്ടോ. എനിക്ക് കരീബിയനിൽ വന്നിട്ട് കണ്ടതിൽ വെച്ചിട്ട് നല്ല പ്ലാസ്റ്റിക് നോട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്നുള്ളത്. കൊള്ളാം. ഈസ്റ്റ് കരീബിയൻ ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് കരീബിയൻ മിക്ക രാജ്യങ്ങളിലും ഇതാണെന്ന് തോന്നുന്നു അല്ലേ. ആണല്ലേ, അത് കൊള്ളാം കേട്ടോ പരിപാടി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നെൽസൺസ് ഡോക്യാർഡ് പറഞ്ഞ ഇവരുടെ ഒരു ഹിസ്റ്റോറിക് സ്ഥലമാണ്. അതായത് ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സ്ഥലമാണ്. നമ്മളവിടെ വന്നിട്ട് നമ്മളകത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറി $15 കാശ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണ് സ്ഥലം? വാട്ട് ഈസ് ദിസ് പ്ലേസ്? ഇത് അവരുടെ പഴയൊരു ഹാർബറും എല്ലാം കൂടെ ഉള്ളതാണ്. ലോർഡ് നെൽസൺ ആണ് ഇവിടുത്തെ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ലീഡർഷിപ്പിലുണ്ടായിരുന്നു അന്ന്. ബ്രിട്ടീഷ് പുള്ളിയുടെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്തൊരു മ്യൂസിയം ഉണ്ട്, ബ്രിട്ടീഷ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരു യാട്ട് ക്ലബും അതെല്ലാം. ശരി. ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് ഇതിനകത്ത് അഡ്മിറൽസ് ഇൻ എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഹോട്ടൽ കാണാൻ സാധിക്കും. ഈ ഹോട്ടലിൽ ഒന്ന് താമസിക്കാം. പിന്നെ ഇത് മൊത്തത്തിലൊരു ടൗൺഷിപ്പ് പോലുള്ളൊരു സ്ഥലമാണ്. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, പിന്നെ ബാറുണ്ട്, പിന്നെ വേറെന്താ എന്തൊക്കെയുണ്ട്, നമുക്ക് പോയി നോക്കാം. അതായത് ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18th സെഞ്ച്വറിയിലുള്ള ഒരു ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു സെറ്റിൽമെൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരു റോയൽ നേവിയുടെ സെറ്റിൽമെൻറ്റ് ഏരിയ. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ കോട്ടയൊക്കെ പണിത് മതിലൊക്കെ പണിത് ആ ഒരു മതിലിനകത്താണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തായിരുന്നു പണ്ട് കാലത്ത് നേവിയുടെ സംഭവങ്ങളും പിന്നെ അവരുടെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതെ, ഏകദേശം 800ഓളം ആളുകൾ 2001 സെൻസസ് പ്രകാരം ഇതിനകത്ത് ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും സൂനിയർ ഷോപ്പാണോ അത്? പക്ഷെ അത് പണ്ടത്തെ മാസ്റ്റർ ഷിപ്പ് റൈറ്റ്സ് ക്യാബിൻ ആയിരുന്നു അത്. പിന്നെ ഇത് സോപ്പിറ്റ് ഷെഡ്. അത് ശരിക്കും ഇതൊക്കെ പലതും റീസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ, അല്ലെ റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു എന്താ പറയുക, യാട്ടുകളും അതേപോലെ തന്നെ ബോട്ടുകളും ഒക്കെ വന്ന് പാർക്ക് ചെയ്തിടുന്ന അല്ലെങ്കിൽ ഡോക്ക് ചെയ്തിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കിനും എനിക്ക് സെല്ലുലാർ ജയിലിലൊക്കെ പോയ പോലെ തോന്നുന്നു. ചരിത്രം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഡോക്യാർഡ് മ്യൂസിയം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു മ്യൂസിയമുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ പല സംഭവങ്ങളും മ്യൂസിയം അല്ലാതെ ബാക്കിയുള്ള കാണുന്ന പല സംഭവങ്ങളും ഇതുപോലെയുള്ള സുവനീർ ഷോപ്പുകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും ബാറുകളും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഇവിടുത്തെ പഴയ ചരിത്രങ്ങളും പിന്നെ അങ്ങനെയുള്ള പല കഥകളും വിവരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, 1966 ക്യൂൻ എലിസബത്ത് II അവിടെ വന്ന സമയത്ത് നട്ട ഒരു പാം ട്രീ ആണ് ഇത്. ഇതിന് റോയൽ പാം എന്നറിയപ്പെടും. ഇവിടെ വന്നിരുന്ന കപ്പലുകളും അതുപോലെയുള്ള പല സംഭവങ്ങളും കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോഴും ഇവിടെ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ പരിപാടികളുണ്ട്. അതായത് ഈ യോട്ടിൽ വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ പല പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. നമ്മൾ ഇതിനകത്ത് കയറാൻ $15 കൊടുത്തിട്ടുണ്ട്, $15. പക്ഷേ ഇതിനകത്ത് കയറി വന്നപ്പോഴാണ് ഇതിനകത്തുള്ള പല സാധനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഓഫീസിനായതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് പലതും അടച്ചിട്ടിരിക്കുകയാണ്, സുവനീർ ഷോപ്പുകൾ പലതും അടച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും പണ്ടത്തെ ഒരു സെറ്റിൽമെന്റ് സ്ഥലം ഇത്. ചെറിയൊരു ബോട്ട് ഡ്രൈവ് ഉണ്ട്, ബോട്ട് ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഡ്രോൺ എടുത്തിട്ട് പറത്തി വ്യൂ കാണാം.
ശരിക്കും പുറത്തു നിന്ന് ഡ്രോൺ പറത്തേക്ക് വ്യൂ കണ്ടാൽ മതിയായിരുന്നു. അങ്ങനല്ല, ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ, യു ക്യാൻ സീ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആൻഡ് ലിക്കർ സ്റ്റോർ. അതായത് നമ്മൾ ഇതുപോലെ ഈ യോട്ടുകൾ വരുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റ്സും ലിക്കർ സ്റ്റോഴ്സും. കാരണം അവർക്ക് ശരിക്കും ഇവിടെ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ലാഭം പുറത്തെ സിറ്റിയിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതാണ്. പക്ഷേ സമയമില്ലാത്ത ആൾക്കാർ, അതിന് മെനക്കെടാത്ത ആൾക്കാർ ഇതുപോലെയുള്ള ഹാർബറുകളിൽ നിന്നും വാങ്ങിക്കും. നമ്മൾ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതാണ് സംഭവം. ആ കാണുന്ന ഒരു എൻട്രൻസ് കണ്ടില്ലേ, ആ എൻട്രൻസ് വഴിയാണ് ശരിക്കും ഇതിനകത്തേക്ക് ഈ യോട്ടുകളും കപ്പലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പണ്ട് കാലത്ത് ഇവർ കൺട്രോൾ ചെയ്തിരുന്ന ഒരു കോട്ടയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കോട്ടയൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ കുറേ യോട്ടുകളും ബോട്ടുകളും ഒക്കെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഡോക്ക് യാർഡ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ മാത്രം ടൂറിസ്റ്റുകളായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ഥലം അല്ലേ? ഓഫ് സീസൺ ആണ് ഇവിടെ മൊത്തം. ഇപ്പൊ ഹറിക്കെയിൻ സീസൺ ആണ്. ഏത് സമയത്ത് ഹറിക്കെയിൻ വരാം, കാറ്റ് വരാം, മഴ വരാം, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ബോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് വേണമെങ്കിൽ നേരെ ഇറക്കി ഇങ്ങനെ കൊണ്ടുപോകാമോ? ഇങ്ങനെ പരിപാടി നിർത്തി. എന്ത് സംഭവം അറിയില്ല. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന കണ്ടില്ല. നോക്കി, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷേർലി ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ലുക്ക് ഔട്ട് പോയിന്റിലാണ്. അതായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരുടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ആയിരുന്നു ഇത്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഭാഗത്തും നമുക്കിങ്ങനെ കടലിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഒരു വ്യൂവും ബാക്കിയുള്ള സംഭവങ്ങളും കിട്ടും. നല്ലൊരു കിടിലൊരു ലൊക്കേഷനാണ്. അൺഫോർച്ചുനേറ്റ്ലി മഴ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഇപ്പോൾ ഡ്രോൺ പറത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടില്ല. അതുകൊണ്ട് ശരിക്കും കാണിച്ചു തരായിരുന്നു. ഭയങ്കര വലിയൊരു ക്ലിഫാണ്, കണ്ടില്ലേ? ആ ഒരു ക്ലിഫിൻ്റെ അറ്റത്ത് നമുക്കിങ്ങനെ കടൽ 2 കളറിൽ കാണാൻ സാധിക്കും. അതാണ് ആ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമാണ്. പണ്ട് കാലത്ത് ഇവരുടെ ഓഫീസുകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവർക്ക് പലതും അവർ റിനോവേറ്റ് ചെയ്ത് പല പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോയ സ്ഥലത്ത് ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ കാണാൻ പറ്റിയില്ല, മഴ പെയ്തു. സോ ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മഴയാണ് മഴ. നമ്മളിവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. റൊട്ടി സ്യൂ എന്നാണ് ഇവരുടെ കടയുടെ പേര്. അപ്പോൾ ഇവിടെ ചിക്കൻ റൊട്ടി, ബീഫ് റൊട്ടി, പോർക്ക് റൊട്ടി, ഷ്രിംപ് റൊട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇവിടെ നിന്ന് റൊട്ടി അടിച്ചുണ്ടാക്കി തരും. ഇതാണ് നമ്മുടെ റൊട്ടി സ്യൂന്നിലെ റൊട്ടി കറി എന്ന് പറയുന്നത്. എനിക്ക് അതായത് ചിക്കൻ കറി, വെജിറ്റബിൾസും, അതായത് ഉരുളക്കിഴങ്ങും. ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ ഫുഡ് പോലെ തന്നെയുണ്ട്. പുള്ളിക്കാരി ഗയാനക്കാരിയാ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ആണോ? അവരെവിടത്തെയോ കാര്യമാണ്. ഈ സാധനം കണ്ടോ, റൊട്ടി. അതെ, ഇന്ത്യൻ ഒറിജിനുള്ള ആളായിരിക്കും. ഇവിടുത്തെ ഫുഡാണ്, ലോക്കൽ ഫുഡാണ്. നല്ല അടിപൊളി റൊട്ടി, നല്ല വലിയൊരു ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അത് സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് 2 വിരലുകൊണ്ട് മുറിക്കാൻ പറ്റില്ലല്ലോ, 3 വിരലുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സാധനം. ഇതിങ്ങനെ ഇതിൽ മുക്കി കഴിക്കണം. ഇത് ബേസിക്കലി അവർ റോളാക്കി തരുമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നതുകൊണ്ട് അവരിങ്ങനെ തരുന്നു. മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ സാധനം. പുറത്താണ് ഇടിവെട്ടി മഴയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ അങ്ങോട്ട് കുറഞ്ഞു. മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളിവിടെ ഷേർലി ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വന്നു. നമ്മൾ നേരത്തെ പോയ ആ ഒരു ലുക്ക് ഔട്ട് പോയിന്റിൻ്റെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ലുക്ക് ഔട്ട് പോയിൻ്റാണ്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർ ഈ പോർട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സജ്ജമാക്കിയിട്ട് പിന്നെ ഇതുപോലെയുള്ള 2-3 ലുക്ക് ഔട്ട് പോയിന്റുകളൊക്കെ ഈ രാജ്യത്തിൻ്റെ പല സ്ഥലത്തായിട്ട് നല്ല സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ഒക്കെ നോക്കി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. സോ ആ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 490 അടി ഉയരത്തിലുള്ള ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ലുക്ക് ഔട്ട് പോയിൻ്റാണ്. നമുക്കിപ്പോൾ ഇത് ലുക്ക് ഔട്ട് പോയിൻ്റ് ആണെങ്കിലും പണ്ട് ഇത് ലുക്ക് ഔട്ട് പോയിൻ്റ് ആയിരുന്നില്ല. പണ്ടിത് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിരുന്നു. ഇതിൻ്റെ താഴെ നമുക്ക് ആ ഭാഗത്തായിട്ട് നമുക്ക് കുറേ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതായത് വീടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് താഴെ അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് ഇംഗ്ലീഷ് ഹാർബർ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പോയ ആ ഒരു സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹാർബറിൻ്റെ ഒരു സുരക്ഷയും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇവർ ചെയ്ത ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഷേർലി ഹൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലം. തോമസ് ഷേർലി എന്ന് പറയുന്ന അന്നത്തെ ഗവർണറുടെ പേരാണ് ശരിക്കും ഈ ഒരു മലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഷേർലി ഹൈറ്റ്സ് എന്ന് പറയുന്നത്. സോ അതാണ് ഷേർലി ഹൈറ്റ്സ് എന്ന് പേര് വരാൻ കാരണം. നമ്മൾ ആ ഡോക്ക് യാർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് താഴെ നമുക്ക് കുറേ പൂളൊക്കെ ഉള്ള കുറേ പൂൾ വില്ലാസും അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ അവിടെ ബോട്ടൊക്കെ കിടക്കുന്നതാണ്. ആ കാണുന്ന ഏരിയയ്ക്കാണ് ഇവർ ഇംഗ്ലീഷ് ഹാർബർ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ പണ്ട് മുതലേ വന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് സെറ്റിലായിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഹാർബറിൻ്റെ അവിടെ നിന്ന് ശരിക്കും നേരത്തെ നമ്മളൊരു ബോട്ട് എടുത്തിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ആ ഇംഗ്ലീഷ് ഹാർബറൊക്കെ കാണാമായിരുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഹാർബറും ഇംഗ്ലീഷ് ഹാർബറും അങ്ങനത്തെ ആ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മലയുടെ മുകളിൽ ശരിക്കും ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കെട്ടിടങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് പോയിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് ഹാർബറിൻ്റെ താഴെയും അതേപോലെ തന്നെ മറ്റേ ആ ഒരു സെറ്റിൽമെൻറ്റും പിന്നെ അവരുടെ മറ്റേ ഡോക്യാർഡും മറീനയൊക്കെ ഉള്ള ആ ഒരു പ്രദേശത്താണ്. അതായത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് ഇതിൻ്റെ ആ ഒരു മലയുടെ മുകളിലായിട്ട് ഈ കെട്ടിടങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പണിതത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കരീബിയൻ രാജ്യങ്ങളുടെ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്കിനും കൊളംബസ് വന്ന് യൂറോപ്യൻ നാടുകളിലേക്ക് ശരിക്കും ഇവിടുത്തെ ഈ രാജ്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യം പിന്നെ യൂറോപ്യൻസ്, സ്പാനിഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, അങ്ങനെ പിന്നെ ബ്രിട്ടീഷുകാർ, അങ്ങനെ പല ആൾക്കാരും വന്നു. അതിനകത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളും അതിശക്തമായിട്ട് കോളനികളാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ബ്രിട്ടനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബ്രിട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കോളനികളാക്കിയത്. അപ്പോൾ അങ്ങനെ കോളനിയാക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ആൻറ്റിഗ്വ ആൻഡ് ബർബുഡ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മഴ പെയ്ത സമയത്ത് പോയ സ്ഥലമാണ് അങ്ങ് ദൂരെ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങേ അറ്റത്ത്, അതായത് ഈ ഒരു ടോപ്പ് മലയുടെ മുകളിലായിട്ടാണ് ഈ ഒരു സെറ്റിൽമെൻറ്റ്. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഇവരുടെ പട്ടാളത്തിൻ്റെ ഓഫീസുകളും പട്ടാളത്തിന് ആവശ്യിക്കുന്ന സ്ഥലവും പിന്നെ അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ബേസിക്കലി ശരിക്കും ഇവർ ഈ ഒരു സ്ഥലങ്ങൾ കംപ്ലീറ്റ് വാച്ച് ടവറും സിഗ്നൽ ടവറും പിന്നെ ബാക്കിയുള്ള പരിപാടികളും ഒക്കെ ഗാർഡ് ഹൗസ് അങ്ങനത്തെ സംഭവങ്ങൾ ആ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് സെറ്റാക്കി ഇവിടെ നിന്നാണ് ഇവർ കംപ്ലീറ്റ് ആ ഒരു പോർട്ടും കാര്യങ്ങളും അവർ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ വാച്ച് ചെയ്തിരുന്നത്. കാരണം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ, നല്ല പരിപാടി നടക്കുകയുള്ളൂ. സോ നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ കണ്ട ആ ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒറ്റ ടൂറിസ്റ്റുകൾ ഉണ്ടാവില്ല. ഇനി സീസൺ ഓൺ ആകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരും. അത് വിമാനത്തിലും ബോട്ടിലും യോട്ടിലും അങ്ങനെ പല യൂറോപ്പിൽ നിന്ന് വരെ പായ്ക്കപ്പലിൽ ആൾക്കാർ വരുന്ന രാജ്യങ്ങളാണ് കരീബിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് മെയിൻ ടൂറിസം എന്ന് പറയുന്നത് 6 മാസക്കാലമാണ് ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ. അങ്ങ് ദൂരെ നമുക്ക് അറ്റ്ലാന്റിക് ഓഷനിൽ സൂര്യൻ അസ്തമിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം ആയില്ലല്ലോ, ഇച്ചിരി ക്ലൗഡിയാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ ഡ്രോണിലൂടെ കണ്ട ആകാശ ദൃശ്യങ്ങളുള്ള ആ ഒരു ഏരിയ. അങ്ങ് ദൂരെ മലയുടെ മേളിൽ ഒരു ബംഗ്ലാവ് കണ്ടു. ചിലപ്പോൾ പണ്ടത്തെ ബ്രണ്ണൻ സാഹിബിൻ്റെ സ്ഥലം വല്ലതും ആയിരുന്നിരിക്കണം, അങ്ങനത്തെ സ്ഥലങ്ങൾ വല്ലതും ആയിരിക്കണം. ഇവിടുത്തെ താഴത്തെ ഇംഗ്ലീഷ് ഹാർബർ ബീച്ച് അടിപൊളിയാട്ടോ, നല്ല വൈറ്റ് സാൻഡ് ബീച്ച്, നല്ല കിടിലം ബീച്ച്. നമ്മൾ നേരത്തെ പോയിട്ട് ബോറടിച്ച് തിരിച്ചു വന്ന സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം. ശരിക്കും അവിടെ പോകാനായിട്ട് ഞാൻ നേരത്തെ പോയത്തേനും ബോറടിച്ചായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ കൊടുത്ത ടിക്കറ്റ്, ആ ഒരു ഒറ്റ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെയും വരാം കേട്ടോ. ഈ 2 സ്ഥലങ്ങളിൽ നമുക്ക് വരാൻ പറ്റും. സൺഡേ എന്ത് പരിപാടിയാണ് നടക്കുന്നത്? സൺഡേ ഈവനിങ്സ് ഒരു 500-600 പേര് ഇവിടെ ഉണ്ടാവും. ആണോ? ഓക്കെ. അപ്പോൾ ആ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിരിക്കും. ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിരിക്കും. താഴെ ഓക്കെ. ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ ഉണ്ട്. അത് സൺഡേ തേഴ്സ്ഡേ ഉണ്ട്. സൺഡേ ഏകദേശം $100 പ്ലസ് എന്തോ അതിന്റെ എൻട്രൻസ് ഫീ അല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് സ്റ്റീൽ ബാൻഡ് ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കും. ബാൻഡ് എല്ലാം കൊണ്ട് വെച്ചാൽ ഒരു സ്റ്റീൽ ബാൻഡ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണ് ബെസ്റ്റ് പിന്നെ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ തന്നെ നമുക്ക് കാണാം സൂര്യൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് കാണാനാണ് ഇവിടെ. ഇതാണ് അതിന്റെ വ്യൂ പോയിന്റ്. സൺസെറ്റ് പാർട്ടി. അതെ, സൺസെറ്റ് പാർട്ടി എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആൾക്കാർ കള്ളു പിടിച്ച് ഇതിന്റെ അകത്തോടെ വീഴത്തില്ലേ? നമ്മുടെ നാട്ടിൽ അതൊക്കെ പറ്റുള്ളല്ലേ? നമ്മുടെ അവിടെയൊക്കെയാണ് അങ്ങനെയൊക്കെ പറ്റും. ഇല്ല, ആലോചിക്കരുത്, ആൾക്കാർ കള്ളു പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് അങ്ങോട്ട് പോവാടാ ഒന്ന് ഇങ്ങോട്ട് പോവാടാ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും സംഭവങ്ങളൊക്കെ വരില്ലേ എന്നുള്ളത്. ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ദ ഫുഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് മാത്രം എന്നുള്ള ഇതില്ലല്ലോ. അതെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ സൺസെറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ സ്റ്റീൽ ബാൻഡ് നിൽക്കും. പിന്നെ അവിടെ ഇതാണ് പോപ്പ് മ്യൂസിക്, ഇംഗ്ലീഷ് മ്യൂസിക്, സോങ്ങും അതിന്റെ ഡാൻസ്, അങ്ങനെ ഒരു 8:30-9 വരെ ഇവിടെ വളരെ ആക്റ്റീവ് ആയിരിക്കും. ആണല്ലേ? പക്ഷെ നമ്മൾ സൺസെറ്റിന് മുമ്പ് വന്നാലേ പ്രയോജനമുള്ളൂ. സൺസെറ്റ് കണ്ട് സ്റ്റീൽ ബാൻഡും കാണുക എന്നുള്ളതാണ് അതിന്റെ യുണീക്ക്. ഓക്കെ. മറ്റേ വീപ്പയിൽ കൊട്ടി അടിക്കുന്ന പരിപാടി സ്റ്റീൽ ബാൻഡ്. ഓ, അത് ശരി. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓ, നൈസ്. ഇത് രാത്രി എത്ര മണി വരെ പോകും? ഇത് 8:30 വരെ ഉണ്ടാവും. അത്രേ ഉള്ളൂ? ഓക്കെ, നൈസ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വരാനായിട്ട് എൻട്രൻസ് ഫീയോ പരിപാടികളോ ഒന്നുമില്ല, നമുക്ക് വന്നിട്ട് കണ്ടിട്ട് പോകാം. പക്ഷേ ആ ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും വരേണ്ടത്. നമ്മളങ്ങനെ നേരത്തെ വന്ന ലുക്ക് ഔട്ട് പോയിന്റിലെത്തിയേ. ഇവിടെയാണ് കുറച്ച് ഡേഞ്ചർ. ഇത് നോക്ക്, ഇവിടെ നേരെ താഴേക്ക് വീഴും കേസ്. ഇത് കണ്ടോ, ഇവിടെ താഴെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര രസമാണ് കാണാനായിട്ട്, ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ഞാൻ പുറത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ സ്ഥലം നോക്കിക്കോണേ, ഏതാണേ ഇത് കണ്ടോ, ഈ മലയുടെ മേളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നോക്കിക്കോണേ ഈ സ്ഥലം ഇത് എങ്ങനെയാണ് പോകുന്നത് നോക്കിക്കോണേ. ഇതിൻ്റെ താഴെ നോക്കി ഉണ്ടോ, ഇതിങ്ങനെ ഇതിനകത്ത് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ ദേ തീർന്നു. ഡിം 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 എന്നും പറഞ്ഞുകൊണ്ട് താഴെ പോകും.
ഇവിടെ താഴെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. നമുക്ക് ആ മലയുടെ താഴെ നിന്നൊക്കെ ഇങ്ങനെ അറിയാൻ സാധിച്ചു. നമുക്ക് അതൊന്ന് നോക്കാം. പിന്നെ കടലെവിടെ കടല് അതേ കണ്ടോ, വീണ് കഴിഞ്ഞാൽ ആ തിരയുടെ ഇടയ്ക്കോട്ട് ഡിന്നും പറഞ്ഞുകൊണ്ട് പോകും. ഇവിടെ നമ്മൾ ഡ്രോൺ താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കല്ലാണ്ട് അവിടെ പോയി കാണാൻ പറ്റത്തില്ല. ഈ ഡ്രോൺ നമ്മൾ താഴേക്ക് വിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ താഴെ ഞാൻ -50 മീറ്റർ നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോയി. താഴെ നമ്മൾ കടലിന് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ വേവ്സ് വന്നിട്ട് ഇങ്ങനെ അടിച്ച് അവിടെ ഇങ്ങനെ ആ ഒരു പാറയുടെ ഷേപ്പൊക്കെ മാറി വേറെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോകണോ ആന്റിക്കയില്? എന്താ പറ്റത്തില്ലേ? ലൈസൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. എത്ര രാജ്യത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ട്? അത് കുറെ ഉണ്ട്. എന്റെ ഒരു സംശയം, ഇതിപ്പോ റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടിയാണല്ലോ, ഇത് ഇവിടെ റോഡിന്റെ ലെഫ്റ്റിൽ കൂടെ ആണോ ഓടിക്കുന്നത് റൈറ്റിൽ കൂടെ ആണോ ഓടിക്കുന്നത്? കാരണം ഞാൻ ഈ പോകുന്ന രാജ്യങ്ങളിലൊക്കെ ഓരോ രീതിയിലാണ്. ഒരിടത്ത് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി ലെഫ്റ്റിൽ കൂടെ ഓടിക്കും, ഒരിടത്ത് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി റൈറ്റിൽ കൂടെ ഓടിക്കും, ഒരിടത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി റൈറ്റിൽ കൂടെ ഓടിക്കും, ഒരിടത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ലെഫ്റ്റിൽ കൂടെ ഓടിക്കും. ഇത് മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക. റൈറ്റ് ഈസ് ലെഫ്റ്റ് ആണോ? ലിബറൽ ഇല്ലേ? നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം, ബ്രിട്ടീഷ് സിസ്റ്റം. പക്ഷെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന വണ്ടികളിൽ ചിലത് ഇവിടെ കൂടുതലും ജപ്പാൻ, ഇത് കരീബിയൻ ഐലൻഡ്സ് മൊത്തം ജപ്പാനിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാന്റെ ഒരു ഡംപ്യാർഡെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് അത് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് വണ്ടി കിട്ടുന്നു. ഈവൻ ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വരുന്നത് ജപ്പാനിൽ നിന്നാണ്, യൂസ്ഡ് വണ്ടികൾ വരുന്നത്. ജപ്പാനിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഈ പറഞ്ഞ പല കരീബിയൻ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഇത്രയും പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അത് തുരുമ്പിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം മൊത്തം ഈ പറഞ്ഞ ഉപ്പ് വെള്ളവും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ അത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വലിയ വണ്ടികളിലേക്കൊക്കെ എനിക്ക് ഒന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മിക്കവരും സാധാരണ പരിപ്പളക്കുന്ന രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലോങ് ഡ്രൈവ് പോയി എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ഇല്ലല്ലോ. 45 minutes കൊണ്ട് you can അതെ, ഒരു മൊത്തത്തിൽ കവർ ചെയ്യാം. ഒരു ദിവസം കൊണ്ട് ദ്വീപ് മൊത്തം വേണമെങ്കിൽ കവർ ചെയ്യാം. നമുക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെങ്കിൽ മാസങ്ങൾ വേണമെങ്കിൽ, ഇവിടെ ഒരു ഓൾ ഐലൻഡ് ട്രിപ്പ് അടിക്കണമെങ്കിൽ മണിക്കൂറുകൾ മതി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാനിവിടെ ഇനി അടുത്ത പോകുന്ന രാജ്യത്തേക്കുള്ള പ്ലാനിങ്ങും പരിപാടികളൊക്കെയാണ്. ചേച്ചിയുടെ വിളക്കൊക്കെ കത്തിച്ച് ശരിക്കും ഉണ്ടല്ലോ ചേച്ചി, വീട്ടിൽ വരുന്നൊരു മണം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോഴത്തേക്കിനും ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നൊരു മണം, ആ ഒരു കറക്റ്റ് മണം. കുറച്ച് ആൾക്കാർ ഇന്നലത്തെ പോലെ ഇനി വരും. ഇവർ കുറച്ച് ആൾക്കാരേ ഉള്ളപ്പോൾ ഇവരിവിടെ ഇടക്കിടക്ക് ഗെറ്റ് ടുഗദർ. അതിനത് മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ ഒന്ന് മൂപ്പിച്ച് വിട്ടായിരുന്നു. ചേട്ടന് ഒരു 10-25 കൂട്ടം സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇന്നലെ 2 അടിച്ചപ്പോൾ എല്ലാവരും കൂടെ മൂപ്പിച്ചതാണ്. പുള്ളി മീൻകറി ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് ഇന്നലെ. അപ്പോൾ നമ്മൾ മധുരമൊന്നും കൊണ്ടൊന്നില്ലെന്നും പറഞ്ഞ് മൂപ്പിച്ച പുള്ളി അതിൻ്റെ ഇതെല്ലാം കൂടെ തീർക്കുന്നുണ്ട്. ഫാസ്റ്റ് ഷെഫ്, നിങ്ങൾ എൻ്റെ ചലഞ്ച് ഏറ്റെടുത്ത് എത്ര കൂട്ടമുണ്ട്? ഇത് 20-ആണോ? നിങ്ങൾ 22 എന്നല്ലേ പറഞ്ഞേ? അതിന്റെ 20 ആക്കിയേ. അത് പറഞ്ഞ വാക്ക് പാലിക്കണം. നിങ്ങൾ എന്തായാലും 20 കൂട്ടം സാധനങ്ങൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം എന്താണ്? ഫ്രഞ്ച് പേസ്ട്രി മീൻസ് എക്ലെയർ ആൻഡ് ഷൂ ബൺ. ഓക്കെ, അത് ശരി. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമ്മള് ബോധം കെട്ടി ഇവിടെ കിടക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ. നിങ്ങൾ ആൾക്കാരെ ഡയബറ്റിക് ആക്കുന്ന ആൾക്കാരാണ് ഈ പാസ്ട്രി ഷെഫിന്റെ ആൾക്കാരല്ലേ? ഞങ്ങള് കൊളസ്ട്രോള്, ഷുഗർ, ഞങ്ങൾക്ക് എല്ലാം സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ. എനിക്കത് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇന്നലെ ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് രാത്രിയിൽ പുള്ളി എന്തൊക്കെയാ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്താ പേര് ഉണ്ടായിക്കൊണ്ടുപോവാ. ഇന്നലെ ഞങ്ങൾക്ക് 2 ഉണക്ക ഐസ്ക്രീം തന്നു. അത് ഞാനല്ല തന്നു, എന്താണെന്ന് ഞങ്ങൾക്ക് ഉണക്ക ഐസ്ക്രീം തന്നു. അപ്പം നിങ്ങൾ ഏത് റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സാൻഡേഴ്സ് ഗ്രാൻഡ് ആൻറ്റിഗ. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇന്നലെ ചെയ്തു, ജസ്റ്റ് ഇന്നലെ. അങ്ങനെയാണ് ഈ വീഡിയോ ഇടാം. ഫോൺ എടുത്ത് കാണിച്ചു തരണം. ഇല്ലെങ്കിൽ ഇടത്തില്ല. താങ്ക്സ് മാൻ. ചുമ്മാ തമാശ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. എന്തിന്? ഞങ്ങൾ വെറുതെ സോറി, നമുക്ക് എന്ത് സോറി. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? എവിടെ പോവും? എല്ലാവരും വീട്ടിൽ പോകും. എല്ലാവരുടെ വീട്ടിലൊക്കെ പോകും. അടിപൊളി. എല്ലാം നല്ലതാണ്. എല്ലാം നല്ലതാ.